ഇന്ന് ചെറിയൊരു ഇഫ്താർ പരിപാടിയാണ്. പൊന്നാനിയിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താറാണെന്ന്. അപ്പോൾ ആ ഇഫ്താർ ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഹോട്ടലിലാണ്. മലപ്പുറം ജില്ലയിലെ എരമംഗലത്ത് വെച്ചിട്ടാണ്. എരമംഗലത്ത് ഒരു അടിപൊളി റിസോർട്ടല്ല, ഒരു ഹോട്ടലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറിയൊരു ഇഫ്താറാണ്. ഇപ്പോൾ ഇഫ്താറിൽ പങ്കെടുക്കാനുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീടെടുക്കുന്ന സമയം ഇനി നോമ്പുറക്കാൻ ഇനിയൊരു അരമണിക്കൂറിലധികം ഏറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു നോമ്പുതുറ വിശേഷങ്ങളാണ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കാർത്തിക് വീഡിയോ കണ്ടേക്ക് ഓടി. ഇത് സുധീർ പള്ളിക്കര, ഇത് ഷുഹൈബ് എരമംഗലം സ്വദേശിയാണ്. സ്വന്തമായിട്ടൊരു ചാനലൊക്കെ റിയൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ നടത്തുന്ന ഒരാളാണ്. സുധീർ പള്ളിക്കര സിറാജ് പത്രത്തിൻ്റെ ചങ്ങരംകുളം ലേഖകനാണ്. പിന്നെ ഇത് ഹിമേഷ് മാധ്യമം പത്രത്തിൻ്റെ എടപ്പാൾ ലേഖകനാണ്. ഹിമേഷ് അതോടൊപ്പം ഇത് രമേശ് അമ്പാരത്ത് സുപ്രഭാതം പത്രത്തിൻ്റെ മാറഞ്ചേരി പൊന്നാനി റിപ്പോർട്ടറാണ്. പിന്നെയുള്ളത് പ്രതീഷ് എന്നുള്ളത് പൊന്നാനി താലൂക്ക് ഒരു പ്രധാന ചാനലായ ചിത്രാവിഷൻ്റെ എഡിറ്ററാണ്. പിന്നെ ഇത് ചങ്ങരംകുളം സ്വദേശിയാണ് ഖാദർ ചങ്ങരംകുളം. ഞാൻ തേജസ്സിലായിരിക്കുന്ന കാലത്തെ തേജസ്സിൻ്റെ ചങ്ങരംകുളം റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ മംഗളത്തിൻ്റെ ചങ്ങരംകുളം റിപ്പോർട്ടറാണ്. ആള് ഒരുപാട് സംഘടനാ ബന്ധമൊക്കെ ഉള്ള ഒരു വലിയൊരു മനുഷ്യനാണ്. ഇത് റാഷിദ് ചന്ദ്രിക പത്രത്തിൻ്റെ ചങ്ങരംകുളം മേഖല റിപ്പോർട്ടറാണ്. അപ്പോൾ ഇങ്ങനെയൊരു നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഒരു ചെറിയൊരു മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള ഒരു സ്നേഹം വർദ്ധിപ്പിക്കാനും അതേപോലെ ഒരു ഇഫ്താർ മീറ്റ് എന്നുള്ള പറയുന്നൊരു പുണ്യകരമായൊരു സംഗതിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു ഐ ലവ് ഫുഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴി ഈ പൊന്നാനിയിൽ നിന്ന് പുത്തമ്പള്ളി പോകുന്ന ഗുരുവായൂർ പോണ റോട്ടിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുള്ള നല്ലൊരു റിസോർട്ടാണ്. ഫാറൂഖ് വെളിയങ്കോട് മാതൃഭൂമിയുടെ എരമംഗലം റിപ്പോർട്ടറാണ്. പിന്നെ കൂടെ ഉള്ളത് നൗഷാദ് മറ്റേ പൊന്നാനി മാധ്യമ റിപ്പോർട്ടർ. പിന്നെ ഹാഷിം നേരത്തെ നമ്മൾ പറഞ്ഞു NCVയുടെ പേജ് TVയുടെ ആളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരാളാണ് നമ്മുടെ നൗഷാദ് പുതുപൊന്നാനി. അദ്ദേഹം ഈ മാധ്യമത്തിൻ്റെ പൊന്നാനിത്തെ ലേഖകനാണ്. പിന്നെ പൊന്നാനി MS കോളേജിലെ ലാബ് ജീവനക്കാരനും കൂടിയാണ്. പിന്നെ ഹാഷിം എന്നുള്ളത് പേജ് TVയുടെ ഓൾറൗണ്ടറാണ്, റിപ്പോർട്ടർ. NCV ചാനൽ പേജ് TVയുടെ NCVയുടെ ആളാണ് ഹാഷിം. കോൺഗ്രസിൻ്റെ യുവ നേതാവും കൂടിയാണ്. പിന്നെ ഇത് സെബിൻലാൽ ശരിക്കും പൊന്നാനിക്കാരനല്ലേ, കോഴിക്കോട്ടുകാരനല്ലേ? പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്രക്കാരനാണ്. പിന്നെ പേജ് TVയുടെ എഡിറ്റർ കൂടിയാണ്, എഡിറ്റിംഗ് മേഖലയിലെ പുലിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഒരു പൊന്നാനി മേഖല ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ വേറെ ഒരു മേഖലാ കമ്മിറ്റിയും ഇഫ്താർ മീറ്റ് ഇതിനകം സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരെ ചേർത്ത് നിർത്തുക, അതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഇഫ്താറും പെരുന്നാൾ കിറ്റും നിർവഹിക്കുന്നുണ്ട്, പരപ്പനങ്ങാടിയിൽ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു ആഘോഷ അവസരം വരുമ്പോൾ ഇതേപോലെ കുറച്ചുകൂടി കരുത്തുള്ള സംഘടനയായി മാറ്റി നല്ല പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരു സംഘടനാ കെട്ടുറപ്പുള്ളൊരു രീതിയാണ് അവർ പിന്തുടരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്നത്. ഇതിന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃത്വമുണ്ട്, കൃത്യമായ ഇടപെടലുകളുണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടന മുന്നോട്ട് പോകുന്നത്.
നമ്മൾ മേഖലാ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് ജില്ലയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെയോ ഒന്നും പ്രവർത്തനം ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും ഇവിടെയുള്ള സംഘടനകൾ കുറേ ആളുകൾ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും താലൂക്ക് കമ്മിറ്റിയുടെയും യൂണിറ്റിൻ്റെ ഒക്കെ പ്രവർത്തനം ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ മുൻപ് അല്ലെങ്കിൽ നമ്മൾ സഹകരിച്ചു വന്നിരുന്ന സംഘടനകളൊക്കെ തുടർന്നു പോന്നിരുന്നു. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടയിൽ കൂട്ടായ്മ, നമ്മുടെ ഒത്തൊരുമ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുള്ള ഒരു എന്താ ചെയ്യാൻ പറ്റുക, അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മാത്രം മതി. ഞാൻ കുറച്ച് മുമ്പ് ഒരു സംഘടനയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഒറ്റപ്പെട്ടവനെ ചെന്നായി പിടിക്കുന്നില്ലത് എന്നതുപോലെ കൂട്ടായ്മയ്ക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട്. അത് ഓരോ കൂട്ടായ്മ വളരുമ്പോഴും ചിലപ്പോൾ പിളരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കൂട്ടായ്മയിലുള്ള അംഗങ്ങൾക്ക് അവരുടെ ശക്തി ക്ഷയിച്ചു പോകും, അവരുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെന്നും പ്രതിപക്ഷത്താണ്. ആളുകൾ ഭരണപക്ഷത്തായാലും ഭരിക്കുന്നവരുടെ എതിരെ, അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, സംഘടനകൾക്കെതിരെ, സമൂഹത്തിലെ ചില ചെയ്തികൾക്കെതിരൊക്കെ എഴുതുന്ന ആളുകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മൊത്തം പ്രതിപക്ഷത്തുള്ള ആളുകളാണ് നമ്മൾ. ആ പ്രതിപക്ഷത്തിലാകുമ്പോൾ തന്നെ ജനങ്ങൾ ഒരുപക്ഷെ നമ്മളെ എപ്പോഴും പത്രക്കാരനെ ഒരു പടി അകലത്തിലാണ് നിർത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയങ്ങളിൽ നമ്മുടെ സഹപ്രവർത്തകർ പലരും മർദ്ദനമേറ്റ ആളുകളുണ്ട്, പലരും ഭീഷണികളിൽ നേരിടേണ്ടി വന്നവരുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് നേരെ വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ മറ്റുള്ളവരുണ്ടാവണം. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇതിനൊരു സംഘടിത ശക്തി വേണം, ശക്തമായ നിലപാടുകൾ വേണം, ശക്തമായ സംവിധാനങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് സംഘടനയ്ക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട്. ഏതായിരുന്നാലും KJU-ൽ അംഗത്തെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് നമുക്ക് വഴികാട്ടിയായി വന്നവരോട് ഒരുപാട് കടപ്പാടുണ്ട്. കൂടുതൽ എല്ലാവരും പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ KJU എന്നുള്ളൊരു സംഘടനയായിട്ട് സഹകരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്മിജം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കണം, ജില്ലയിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ അങ്ങനെ നീണ്ടുപോയി. പക്ഷേ കാർത്തിക് ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും അങ്ങനെ ഒരു സംഘടന അവിടെ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് സത്യത്തിൽ ഈ മാധ്യമപ്രവർത്തകരുടെ സംഘടന എന്ന് കേൾക്കുമ്പോൾ ഒരു അലർജി തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ്, പൊന്നാനി താലൂക്കിൽ നിന്നാണ് പലപ്പോഴും പല സംഘടനകളും ഈ മാധ്യമ രംഗത്തെ പ്രാദേശിക ആളുകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കൂടിയ പോലെയല്ല, കൂടുതൽ അംഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് നമ്മളിൽ അംഗത്തെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ